കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അതുപോലെ തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതികരും അതുതന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഒരുപാട് സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമുക്ക് കാട്ടി നൽകുന്നത് എങ്ങനെ സ്നേഹിക്കണമെന്നാണ്. സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ക്രിസ്തു നമ്മോട് പറയുകയാണ് ഈ സുവിശേഷത്തിലൂടെ 3 തരത്തിൽ നമ്മൾ സ്നേഹിക്കണമെന്ന്. ആദ്യമായി ദൈവസ്നേഹത്തിൽ നമ്മൾ നിറയണം, അയൽ സ്നേഹത്തിൽ നമ്മൾ നിറയണം, അതുപോലെ നമ്മുടെ ശത്രുക്കളെ പോലും നമ്മൾ സ്നേഹിക്കണമെന്ന്. സ്നേഹിക്കുക എന്ന ആത്മീയതയാണ് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കിയത്. ആ ആത്മീയത കൊണ്ട് തന്നെയാണ് അവിടുന്ന് സ്നേഹിതർക്ക് വേണ്ടി ജീവനേകിയതും. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുനാഥൻ്റെ അനുഗമിക്കുന്നവരായ നമ്മളും അവിടുത്തെ മാതൃക നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ സാധിക്കുമ്പോഴാണ് ആത്മാർത്ഥതയോടെ നമുക്ക് പറയുവാൻ സാധിക്കുന്നത്, ഈശോ നമുക്ക് നൽകിയ ആ വലിയ മാതൃക എൻ്റെ ജീവിതത്തിലും യാഥാർത്ഥ്യമാക്കുവാൻ എനിക്ക് സാധിച്ചു എന്ന്. 3 സ്നേഹപ്രക്രിയകളാണ് നാം കടന്നു പോകേണ്ടത്. ഒന്നാമതായി നിന്നെ സ്നേഹത്തിൽ നിറയ്ക്കുക. രണ്ടാമതായി സ്നേഹത്താൽ നീ നയിക്കപ്പെടുവാൻ നിന്നെ തന്നെ വിട്ടുകൊടുക്കുക. മൂന്നാമതായി ആ സ്നേഹം നീ പകർന്ന് ഏകുക. പ്രിയപ്പെട്ടവരെ, സ്നേഹം പകർന്നേകുക എന്ന ആ വലിയ മനോഭാവത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടക്കുമ്പോൾ ശത്രുവിനെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കും. ശത്രുവിനെ സ്നേഹിക്കുക എന്നത് തമ്പുരാൻ നമുക്ക് നൽകിയ സ്നേഹം, നമ്മൾ അവിടുന്ന് നിന്ന് അനുഭവിക്കുന്ന സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതാണ്. ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ രാജ്യത്തുള്ള ഒരു വൃദ്ധനോട് സംസാരിക്കുകയാണ്. സംസാരവേളയിൽ രാജാവ് തൻ്റെ രാജ്യത്തിനെക്കുറിച്ചുള്ള ആകുലതകളും പോരായ്മകളും പരാതികളുമൊക്കെ ആ വൃദ്ധനോട് പറയുകയാണ്. അവസാനം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ്, ഒരുപാട് ശത്രുക്കൾ എനിക്കുണ്ട്, അവരെയൊക്കെ നശിപ്പിക്കുവാൻ എനിക്കൊരു മാർഗം നീ പറഞ്ഞു തരുമോ എന്ന്. പുഞ്ചിരിയോടെ ആ വൃദ്ധൻ ഇപ്രകാരം രാജാവിന് മറുപടി കൊടുത്തു, ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അവരെയൊക്കെ സ്നേഹിക്കുവാൻ നിനക്ക് സാധിക്കുമോ എന്ന്. പ്രിയപ്പെട്ടവരെ, സ്നേഹമെന്നത് ദിവ്യ ഔഷധമാണ് എന്ന ആ മഹാരഹസ്യം നമ്മുടെ ജീവിതത്തിൽ
നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോഴാണ് ക്രിസ്തു നമുക്ക് നൽകുന്ന മാതൃകയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിറവേറ്റുവാൻ സാധിക്കുന്നത്. വിശുദ്ധ കൊച്ചുത്രേസ്യ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്: നമ്മൾ എപ്പോഴും സ്നേഹിക്കണം, കാരണം തമ്പുരാൻ നമുക്ക് നൽകിയ ഹൃദയം സ്നേഹിക്കുവാൻ വേണ്ടിയുള്ളതാണ് എന്ന്. ഈ കാലഘട്ടത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും, ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും രാജ്യങ്ങൾ നേരിടുമ്പോൾ രാജ്യങ്ങളെ തകർക്കുവാൻ വേണ്ടി രാജ്യത്തിൻ്റെ നേതാക്കളെല്ലാം സജ്ജരായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെയൊക്കെ കാരണം സ്നേഹിക്കുവാൻ അവർക്ക് അറിയാതെ പോകുന്നതാണ്, സ്നേഹിക്കുവാൻ അവർക്ക് അറിയാത്തതാണ്. ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ, തമ്പുരാൻ്റെ ബലിയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമുക്കും നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. തമ്പുരാൻ എന്നെ പഠിപ്പിച്ച സ്നേഹം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന്. കുരിശിൽ അവസാന തുള്ളി രക്തം വരെ വാർന്ന് നമ്മളെ സ്നേഹിച്ച ആ തമ്പുരാനെ പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ മാറുവാൻ സാധിക്കുമ്പോഴാണ് സ്നേഹം വിലയുള്ളതായി ഭൂമിയിൽ മാറുന്നത്. അതുകൊണ്ടല്ലേ പറയുന്നത് സ്നേഹം ത്യാഗമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരെയെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ത്യാഗമായി മാറണം. അത് നമ്മുടെ ജീവിതത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളുമൊക്കെ മാറ്റി നിർത്തുന്ന, ചിലപ്പോൾ നമ്മൾ ഒരുപാട് വില കൽപ്പിക്കുന്നതിനെയൊക്കെ മാറ്റി നിർത്തുന്ന ഒരു പ്രക്രിയയായി നമ്മുടെ ജീവിതത്തിൽ സ്നേഹം ത്യാഗമായി മാറുമ്പോഴാണ് ആ സ്നേഹത്തിന് വിലയുണ്ടാകുന്നത്. ആ സ്നേഹം ബഹുമാനമായി, കരുതലായി, കനിവായി, അലിവായി ഭൂമിയിൽ മാറുമെന്ന് ഓർത്തുകൊള്ളുക. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മെ തന്നെ അവിടുത്തെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈശോയെപ്പോലെ കനിവായി, അലിവായി ഒക്കെ മാറുവാൻ നമ്മളും ഈ ഭൂമിയിൽ നമുക്കും സാധിക്കുമ്പോൾ ഈ ഭൂമിയിൽ നന്മ ചെയ്യുന്നവരായി നമ്മളും മാറും. ഈ വിശുദ്ധ ബലിയിൽ ഈ വലിയ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.